അടുത്തതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ആ വേർഡിൽ തന്നെയുണ്ട് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക, അത് മെഡിക്കലി തന്നെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുക, MTP എന്നാണ് പറയാം. അത് നമ്മൾ വോളണ്ടറി, നമ്മൾ സ്വമേധയാ അല്ലെങ്കിൽ ഇൻറ്റൻഷണൽ ടെർമിനേഷൻ, അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളതിനെ പ്രഗ്നൻസിനെ അവസാനിപ്പിക്കുക. ബിഫോർ ഫുൾ ടേം, അതിൻ്റെ കംപ്ലീറ്റ് ഡ്യൂറേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ, സോ 9 months ആണെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ ആ പ്രഗ്നൻസിനെ അറിഞ്ഞുകൊണ്ട് തന്നെ വോളണ്ടറി അല്ലെങ്കിൽ ഇൻറ്റൻഷനലി നമ്മളതിനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അഥവാ വേറൊരു പേരും കൂടിയുണ്ട് ഇൻഡ്യൂസ്ഡ് എബോഷൻ. നമ്മൾ എബോഷൻ ഉണ്ടാക്കിയെടുക്കണം, നമുക്ക് വേണ്ട ആ പ്രഗ്നൻസി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ നിർത്തുക അല്ലെങ്കിൽ അതിനെ അവസാനിപ്പിക്കുക. ഇൻഡ്യൂസ്ഡ് എബോഷൻ. ഇൻഡ്യൂസ്ഡ് എബോഷൻ അഥവാ MTP എന്ന് പറയുന്നത് ഒരു വർഷം 45 to 50 million MTPs, 45 തൊട്ട് 50 million മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എല്ലാ വർഷവും ഈ ലോകത്ത് നടക്കുന്നത്. സോ ഓൾ ഓവർ ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ 45 to 50 million MTPs ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ ഈ 45 to 50 million MTP എന്ന് പറയുന്നത് 1/5 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് കൺസീവ്ഡ് പ്രഗ്നൻസി. ഒരു 5 പ്രഗ്നൻസി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, MTP നടത്തുന്നുണ്ട്, അതായത് മെഡിക്കൽ ടെർമിനേഷൻ. സോ 5 പ്രഗ്നൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണമെങ്കിലും എന്താവുന്നുണ്ട്, എബോഷൻ ആവുന്നുണ്ട്. അതാണ് ഇൻഡ്യൂസ്ഡ് എബോഷൻ, മനഃപൂർവ്വം നമ്മൾ സ്വമേധയാ ചെയ്യുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 45 million MTP ക്യാരി ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു കോൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് ദെർഫോർ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ കൺട്രോളിങ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഇങ്ങനെ ഇത്രയധികം MTP ഒരു വർഷം നടക്കുന്നുണ്ടെങ്കിൽ ഈ MTP വഴി ഹ്യൂമൻ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു വലിയ റോള് തന്നെയുണ്ട്. ആക്ച്വലി MTP എന്ന് പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് അല്ല. എന്നിരുന്നാലും ഇത് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ഇത് നടക്കുന്നത് വഴി ഒരുപാട് ഹ്യൂമൻ പോപ്പുലേഷൻ കൺട്രോൾഡ് ആവുന്നുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ടല്ലെങ്കിൽ കൂടി ഒരു സിഗ്നിഫിക്കൻറ്റ് റോള് MTPക്ക് എന്തിലുണ്ട്, ഹ്യൂമൻ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ. ഇനി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പല കൺട്രീസിൻ്റെയും അല്ലെങ്കിൽ പല രാജ്യത്തിലെ ആൾക്കാരുടെയും വലിയൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ത്, വെദർ ഈ പറഞ്ഞ MTPനെ ആക്സെപ്റ്റ് ചെയ്യണോ അഥവാ ലീഗലൈസ് ചെയ്യണോ, ഇത് നിയമപരമായിട്ട് അനുവദിക്കണോ വേണ്ടയോ, ഈ MTPനെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് എല്ലാ രാജ്യത്തും ഒരു വലിയ ഡിബേറ്റാണ്. ഇപ്പോഴും അതിന് പൂർണ്ണമായിട്ടിതില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഡിബേറ്റായിട്ട് മാറുന്നത്, MTP അനുവദിക്കണോ വേണ്ടയോ, ഇത് ലീഗലൈസ് ചെയ്യണോ വേണ്ടയോ? എന്തുകൊണ്ട്? ഒരുപാട് റീസൺസ് അതിൽ വരുന്നുണ്ട്. ഇമോഷണൽ റീസൺസ് വരുന്നുണ്ട്, അതുപോലെ എത്തിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഇമോഷണൽ, എത്തിക്കൽ, റിലീജിയസ്, സോഷ്യൽ ഇഷ്യൂസ്. ഈ പറഞ്ഞ MTP നടത്തണമെങ്കിൽ ഒരുപാട് ഇഷ്യൂസിലൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ ഇൻഡ്യൂസ്ഡ് എബോഷൻ നടത്തണമെങ്കിൽ. നമുക്ക് ഇമോഷണൽ ഒരുപാട് ആസ്പെക്റ്റുകളുണ്ട്. ഇത് നടത്താൻ പാടുമോ ഇല്ലയോ, ഇതിൽ നമ്മൾക്ക് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ കുഞ്ഞിനെ കളയാൻ പാടുമോ, ഒന്ന്. രണ്ടാമത് എത്തിക്കൽ ഇഷ്യൂസ്, ഒരു ജീവനാണ് നമ്മൾ കളയുന്നത്, അത് കളയാൻ പാടും, ഒരുപാട് പേഴ്സണലായിട്ടുള്ള ഇത് വരും. അതുപോലെ തന്നെ റിലീജിയസ്, മതപരമായിട്ട് ദൈവം തരുന്ന ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ പാടുള്ളതില്ല. അപ്പോൾ എല്ലാ റിലീജിയസ് വ്യൂവും അങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യണം. സോഷ്യൽ ഇഷ്യൂസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഈ പറഞ്ഞ MTPനെ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിൽ ഒരു ഡിബേറ്റാണ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണോ അതോ ലീഗലൈസ് ചെയ്യണോ. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നമ്മുടെ MTP 1971 1971 MTP ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. നിയമപരമായി നമ്മുടെ ഇന്ത്യയിൽ 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ ഇൻഡ്യൂസ്ഡ് എബോഷൻ അനുവദിച്ചിട്ടുണ്ട്, നിയമപരമായി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ്? വിത്ത് സം റെസ്ട്രിക്ഷൻ ടു അവോയ്ഡ് ഇറ്റ്സ് മിസ്യൂസ്. ഇതിൻ്റെ മിസ്യൂസ്, ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചില റെസ്ട്രിക്ഷൻസോടുകൂടി ഇന്ത്യയിൽ ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ലീഗലൈസ് ചെയ്തത്? എന്തൊക്കെ റെസ്ട്രിക്ഷൻസാണ് ഇതിലുള്ളത്? റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റെസ്ട്രിക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ ഈ MTPനെ ഒരുപാട് മിസ്യൂസ് ചെയ്യും. എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യുന്നത്? ഇതെന്താണ് ചെക്ക് ചെയ്യുന്നത്? ടു ചെക്ക് ഇൻഡിസ്ക്രിമിനേറ്റ്
ആൻഡ് ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ് വിച്ച് ആർ റിപ്പോർട്ടഡ് ടു ബി ഹൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് ഫീമെയിൽ ഫീറ്റിസൈഡ് നടക്കുന്നുണ്ട്, ഒരുപാട് പെൺ ഭ്രൂണഹത്യകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി വഴി, അതായത് കുട്ടി പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ ഇൻഡ്യൂസ്ഡ് എബോഷനിലൂടെ അതിന് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആൺകുട്ടി പെൺകുട്ടി തമ്മിലുള്ള ഇൻഡിസ്ക്രിമിനേറ്റ് വേർതിരിവാണ് കാണിക്കുന്നത്. സോ ഈ MTPനെ ലീഗലൈസ് ചെയ്യുമ്പോൾ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷനാണ് എന്താണ്? എന്തിനു വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻ? ഇല്ലീഗലായിട്ട് നിയമപരമല്ലാത്ത ഫീമെയിൽ ഫീറ്റിസൈഡ്, നിയമപരമല്ലാത്ത പെൺ ഭ്രൂണഹത്യകൾ ഇന്ത്യയിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ MTP ലീഗലൈസ് ചെയ്തപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസോട് കൂടി മാത്രമേ MTP ചെയ്യാൻ പാടുള്ളതുള്ളൂ. ലീഗലൈസ് ചെയ്തു, പക്ഷേ അതിന് ചില റെസ്ട്രിക്ഷൻസ് ഇന്ത്യയിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ MTP ചെയ്യുന്നത് നമുക്ക് നോക്കാം.